അയോധ്യ രാമജന്മഭൂമി ട്രസ്റ്റ് നിർണായക യോഗം ഇന്ന്. ചമ്പത് റായ് അടക്കമുള്ളവരുടെ രാജിയും ട്രസ്റ്റ് പുനഃസംഘടനയും ചർച്ചയാകും. ട്രസ്റ്റിന്റെ മുതിർന്ന നേതാക്കൾ ആരോപണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ RSSും BJPയും സ്വീകരിക്കുന്ന നിലപാടും നിർണായകമാണ്. പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, ഗുഡ് മോർണിംഗ്. ഈ ചമ്പത് റായ് അടക്കമുള്ളവരുടെ രാജിയും ഒക്കെ ചർച്ചയാകുന്ന നിർണായക യോഗമാണല്ലോ നടക്കുന്നത്. ഒപ്പം BJPയുടെയും RSSന്റെയും ഒക്കെ നിലപാട് എന്താണ് എന്നതും വ്യക്തമാകുന്ന ദിവസം. എന്താണ് വിവരങ്ങൾ? 11-ാം തീയതി ചേരാനിരുന്ന യോഗമാണ് ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ 6-ാം തീയതിക്ക്, അതായത് ഇന്നത്തേക്ക് മാറ്റിയത്. ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന ചമ്പത് റായും അതോടൊപ്പം അനിൽ മിശ്രയും ട്രസ്റ്റിലെ അംഗമായിരുന്ന അനിൽ മിശ്രയും രാജിവെച്ചൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ യോഗം നേരത്തെ ചേരുന്നത്. പ്രധാനമായും ഈ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ചർച്ചാ വിഷയമാകുക. ഇവരുടെ രണ്ടുപേരുടെ രാജി അംഗീകരിക്കുന്നതുമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാവണം. പുതിയ ട്രസ്റ്റ് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ട്രസ്റ്റ് കടക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. അതേസമയം ഈ ട്രസ്റ്റിനുള്ളിലെ തർക്കങ്ങൾ കഴിഞ്ഞ ദിവസം വീണ്ടും പുറത്തു വന്നിരുന്നു. ട്രസ്റ്റിൻ്റെ ട്രഷറർ, അതായത് ഈ പണം കൈകാര്യം ചെയ്യേണ്ട വ്യക്തിയായ ട്രഷറർ കഴിഞ്ഞ ദിവസം പൂർണ്ണമായും ഈ വിഷയത്തിൽ നിന്നും കൈകഴുകി താൻ ഈ സംഭാവനകളുടെ എണ്ണൽ നടത്താറില്ല എന്നുള്ള ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം സ്വാമി ദേവഗിരി പുറത്തിറക്കിയിരുന്നു. ദേവാനന്ദ ദേവഗിരി പുറത്തിറക്കിയിരുന്നു. അതായത് തനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, ഇതെല്ലാം ചെയ്തത് ചമ്പത് റായും അനിൽ മിശ്രയും ആണ് എന്നുള്ള ഒരു സൂചന കൂടി ആ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. അപ്പോൾ ട്രസ്റ്റിൻ്റെ അകത്തെ ഭിന്നതകളാണ് ഇന്നത്തെ യോഗത്തിൽ മുഴച്ചു നിൽക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചമ്പത് റായുടെയും അനിൽ മിശ്രയുടെയും നേതൃത്വത്തിലുള്ള സംഘം ഏകപക്ഷീയമായി എടുത്തിട്ടുള്ള നിലപാടുകൾ, തീരുമാനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കൽ, ഇവയെല്ലാം തന്നെ ഇന്ന് ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയ ട്രസ്റ്റ് സെക്രട്ടറിയെ കണ്ടെത്തുന്നത് അതാരായിരിക്കും എന്നുള്ളതാണ്. അത് യോഗേശ്വർ റാം മിശ്രയുടെ പേര് ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്തിരുന്നു. അത് അയോധ്യ, വാരണാസി, ബാരാബങ്കി തുടങ്ങിയ സ്ഥലങ്ങളിൽ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായിരുന്നു യോഗേശ്വർ റാം മിശ്ര. വിരമിച്ച IAS ഉദ്യോഗസ്ഥനാണ്. സമാനമായ രീതിയിലുള്ള മറ്റു പേരുകളും പരിഗണനയിലുണ്ട്. സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. കാരണം ഈ ട്രസ്റ്റ് രൂപീകരണത്തിൽ മുഖ്യ പങ്ക് അന്ന് വഹിച്ചത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയായിരുന്നു. പ്രധാനമന്ത്രി നേരിട്ട് തിരഞ്ഞെടുത്തവരാണ് ഇന്നിപ്പോൾ ട്രസ്റ്റിലുള്ളത്, ചമ്പത് റായ് അടക്കമുള്ളവർ. പക്ഷേ ഇപ്പോൾ വലിയ ആരോപണങ്ങൾ നേരിടുന്ന ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയായിരിക്കും ഇക്കാര്യത്തിൽ നിന്നും സർക്കാർ ഒരു മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വലിയ തോതിൽ സംഭാവനകൾ കുറയുന്നതും ട്രസ്റ്റിനെയും അയോധ്യ രാമക്ഷേത്ര സംവിധാനത്തെയും ഒക്കെ അലട്ടുന്ന ഒരു കാര്യമാണ്. അതായത് ഈ വിവാദം ഉണ്ടായ ശേഷം, കൊള്ള നടന്ന ശേഷം ഈ സംഭാവനകൾ കുറയുന്നു എന്നുള്ളൊരു ആരോപണം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അവിടെ നൽകിയിരുന്ന സംഭാവനകൾ, അതായത് സ്വർണ്ണമായും വെള്ളിയായും ഒക്കെ നൽകിയിരുന്ന ആഭരണങ്ങളും ഒക്കെ തന്നെ കാണാതായി എന്നുള്ളൊരു ആരോപണം വരുന്നു. അപ്പോൾ ഇവയെല്ലാം തന്നെ ഏത് തരത്തിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഇപ്പോൾ SITയുടെ അന്വേഷണമാണ് അവിടെ നടക്കുന്നത്. അതിന് പകരം ഇനി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് കടക്കുമോ? CBIയുടെ അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യം ഇടയ്ക്ക് ഉയർന്നിരുന്നു. അപ്പോൾ CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ചമ്പത് റായ് ഈ വിഷയത്തിൽ എന്ത് നിലപാട് പറയും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതായത് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചമ്പത് റായുടെ ഒരു നിലപാട്, പരസ്യ നിലപാട് ഇതുവരെ വന്നിട്ടില്ല. അല്ലെങ്കിൽ തനിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത്. അനിൽ മിശ്രയുടെ കാര്യത്തിലും സമാനമായ സാഹചര്യമാണ്. രണ്ടുപേരെയും SIT ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും പരസ്യമായി ഇക്കാര്യത്തിൽ ഒരു നിലപാട് വന്നില്ല. ട്രഷറർ ഇന്നലെ ഒരു പരസ്യ പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തായിരിക്കും നിലപാട് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഈ ചമ്പത് റായിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ചമ്പത് റായിക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഗോപാൽ റാവു എന്നുള്ളൊരു വ്യക്തിയും ഈ ചർച്ചകളിൽ വലിയ തോതിൽ കടന്നു വന്ന ഒരാളാണ്. അതായത് കർണാടക സ്വദേശിയായ RSSൻ്റെ പ്രവർത്തകനായ ഈ ഗോപാൽ റാവു ഈ അയോധ്യ ക്ഷേത്രവുമായി, ട്രസ്റ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലുണ്ടായിരുന്നു. ട്രസ്റ്റ് അംഗമായിരുന്നില്ലായിട്ട് പോലും വലിയ തോതിൽ അവിടെ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ളതാണ്. അതായത് VIP ദർശനം അടക്കമുള്ളവ തീരുമാനിച്ചിരുന്നത് ഗോപാൽ റാവു ആയിരുന്നു എന്നുള്ളതാണ്. ഗോപാൽ റാവുവിൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ പണം കൊണ്ടുപോയിരുന്നു എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ അവിടെ നിന്നും വരുന്നുണ്ട്. മാത്രമല്ല വിനയ് കത്യാറിനെ പോലുള്ള മുൻ ബജ്രംഗ് ദൾ നേതാക്കൾ, അല്ലെങ്കിൽ രാമക്ഷേത്ര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തിരുന്ന വിനയ് കത്യാർ വളരെ ഗുരുതരമായ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ 3 പേരെയും ജയിലിൽ അടയ്ക്കണം എന്നുള്ളതായിരുന്നു. ചമ്പത് റായിയെയും അനിൽ മിശ്രയും ഗോപാൽ റാവുവിനെയും. അപ്പോൾ ഈ പ്രസ്താവന വന്നതിൻ്റെ തൊട്ട് പിന്നാലെയാണ് RSSൻ്റെ നിലപാട് അവർ അറിയിച്ചു കഴിഞ്ഞതാണ്. RSS ദത്താത്രേയ ഹോസബോലെ ഈ വിഷയത്തിൽ പറഞ്ഞത് പ്രധാനമായും ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമായിരിക്കണം, ഇതിൽ കൃത്യമായ അന്വേഷണം വേണം, കുറ്റക്കാരെ ശിക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ട്രസ്റ്റിൽ ചമ്പത് റായ് അടക്കമുള്ളവരുടെ നിലപാടുകളുടെ കാര്യത്തിൽ, അവർക്കെതിരെയുള്ള ആരോപണങ്ങളുടെ കാര്യത്തിൽ RSS മൗനം പാലിക്കുകയും ഉണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമാണ്. BJPയും കഴിഞ്ഞ ദിവസം പ്രസ്താവന നിലപാട് അറിയിച്ചിരുന്നു. BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ പറഞ്ഞത്
ആരോപണം ഉന്നയിക്കുന്നവരുണ്ടെങ്കിൽ അവർ തെളിവ് ഹാജരാക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഇതിനെല്ലാം അപ്പുറം മാറി ഈ RSS ആയിരുന്നാലും പിന്നെ BJP ആയിരുന്നാലും ഒക്കെ ഇപ്പോൾ മറ്റൊരു ആഖ്യാനം കൊണ്ടുവരുന്നുണ്ട്. അതെല്ലാം ഇതാണ്, ഹിന്ദുവിരുദ്ധ ദേശവിരുദ്ധ ശക്തികൾ ആണ് ഇതിന് പിറകിൽ, രാമക്ഷേത്രത്തെ തകർക്കുക അല്ലെങ്കിൽ ആ സനാതന ധർമ്മത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ. വിവരങ്ങൾ പുറത്തുവരിക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. P. ബസന്താണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്.